ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुखतान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്ത്. സോ എല്ലാവർക്കും ഇന്നത്തെ വൈഷ്ണവ എറ്റിക്കേറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വൈഷ്ണവ എറ്റിക്കേറ്റ് രണ്ടാമത്തെ ഭാഗമാണ് വായിക്കുന്നത്. അതർ എറ്റിക്കേറ്റ്. ഓക്കെ. ഹാൻഡ്ലിംഗ് സേക്രഡ് ഐറ്റംസ്. ബുക്സ്, ബീഡ്സ്, കർത്താൽസ് എറ്റ്സെട്ര ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഓൺ ദ ഫ്ലോർ or in unclean places and should be respected as worshipable peripheral. ബുക്സ്, ബീഡ്സ്, കർത്താൽസ്, ധാം ഇതെല്ലാം ബലറാമിന്റെ എക്സ്പാൻഷനാണ്. ഓക്കെ. നമ്മൾ എങ്ങനെ ബലറാമിനെ റെസ്പെക്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഇതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പാരഫെർണലി, ഇതെല്ലാം പാരഫെർണലിയാണ് അല്ലേ? ഭഗവാനെ ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ്, സാമഗ്രികളാണ്. ഇതെല്ലാം ബലറാമിന്റെ എക്സ്പാൻഷനായിട്ട് കാണണം. അതിന് ആദരവോടുകൂടി നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ താഴ്ത്തി വെക്കണതിന് എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും അതിന്റെ മീതെ വെക്കാൻ പാടില്ല. ജസ്റ്റ് അത് കാഷ്വലായിട്ട് എവിടെയും പോയിട്ട് പോകാൻ പാടില്ല. അത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിരിക്കും. അൺക്ലീൻ പ്ലേസസിൽ വെക്കാൻ പാടില്ല. സോ വൺ ഷുഡ് നോട്ട് ടച്ച് വൺസ് ഫീറ്റ് ടു എനിത്തിങ് സേക്രഡ് ഓർ യൂസ് വൺസ് ഫീറ്റ് ടു ഡു വാട്ട് കുഡ് ബി ഡൺ വിത്ത് വൺസ് ഹാൻഡ്. അതേപോലെ നമ്മളുടെ കാല് എന്നും അങ്ങനത്തെ സാധനങ്ങളെ, അങ്ങനത്തെ സേക്രഡ് ആയിട്ട് ഐറ്റംസിലും ടച്ച് ചെയ്യാൻ പാടില്ല. അതൊക്കെ എന്താണ്? അൺക്ലീൻ ആണ്. അതുകൊണ്ടാണ്. ഇഫ് എ സേക്രഡ് ഒബ്ജെക്ട് ഫാൾസ് ടു ദ ഗ്രൗണ്ട് ഓർ വൺസ് ഫുഡ് ടച്ചസ് വൺ ഷുഡ് ക്വിക്ലി പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് ടച്ച് ഇറ്റ് ടു വൺസ്. നമ്മൾ സാധാരണ ചെയ്യണം. എന്തെങ്കിലും അറിയാണ്ട് തന്നെ വീണാൽ തന്നെ അത് എടുത്തിട്ട് നമ്മൾ തരും. ജസ്റ്റ് ഗിവ് റെസ്പെക്ട്. വൺ ഷുഡ് നോട്ട് സ്റ്റെപ്പ് ഓവർ ബുക്സ്, ഡിവോട്ടീസ്, പ്രസാദം, ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ഓഫർഡ് ടു ദ ലോർഡ് ഓർ ഓവർ എനി സേക്രഡ് ആർട്ടിക്കിൾസ്. അപ്പോൾ ബുക്സ്, നമ്മളിപ്പോൾ ഈവൻ ഒരു ക്രൗഡ് ഹാളിലേക്ക് പോവാണ്, നമ്മൾ വഴി ഉണ്ടാക്കിയിട്ട് പോവാണെങ്കിൽ കുറച്ച് കുനിഞ്ഞ് കൈ രണ്ടും അങ്ങനെ മാറ്റിയിട്ട് അവരെ എടുക്കണം. നമ്മളുടെ പാദങ്ങൾ അവരെ സ്പർശിക്കാൻ പാടില്ല. നമ്മൾ സൂക്ഷിക്കണം, അങ്ങനെ പറയും. പിന്നെ all sacred articles should be kept in a neat, clean place and handled with care. They should not be tossed about but carefully handed over from person to person. കൈ കൊണ്ട് കൊടുക്കണം. ചില ആൾക്കാർക്ക് ഇതുണ്ട്, കാലുകൊണ്ട് തട്ടി കൊടുക്കുക. ഫുട്ബോൾ അല്ലല്ലോ അത്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇതൊക്കെ ബലറാമിൽ നിന്ന് അഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്രയും ആദരവോടെ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യണം. സാക്രഡ് ഐറ്റംസ് ലൈക്ക് ബീഡ്സ്, ബുക്സ്, തിലക് ഷുഡ് നോട്ട് ബി ടേക്കൺ ഇൻ ടു ദ ബാത്റൂം. നമ്മൾ തിലക്ക് ചിലപ്പോൾ ബാത്റൂം കൊണ്ടുപോകാറുണ്ട് അല്ലേ, തിലക്കിടാൻ വേണ്ടിയിട്ട്. സോ ബെറ്റർ ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ബാത്റൂം. ചെറിയൊരു മിറർ, ഇനിയിപ്പോൾ ഇൻ കേസ് തന്നെ ചെറിയ മിറർ നമ്മളുടെ ബാഗിലൊപ്പം വയ്ക്കുക. അത് നല്ല സ്ഥലത്ത് നിന്ന് ചെയ്യാം. പിന്നെ ചില വീട്ടിൽ ബാത്റൂം ആണെങ്കിലും കൂടിയിട്ട് അവർ ഒന്നും യൂസ് ചെയ്യല്ല, ബാത്റൂം യൂസ് ചെയ്യാറില്ല. സോ എക്സ്ക്ലൂസീവ്ലി അത് ഭഗവാന്റെ കാര്യങ്ങൾ, പ്ലേറ്റ് കഴുകാനോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മൾ കുളിക്കാനോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് നോട്ട് ബി
ഡൺ. ബാത്റൂമിൽ എന്തൊക്കെ കൊണ്ടുവരണം? ഹരികൃഷ്ണ പ്രഭു, എവിടെയെങ്കിലും നമ്മള് ഇപ്പൊ പ്രാർത്ഥനാ സ്ഥലം തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോഴാണ് ഈ ബാത്റൂം മീൻസ് വേറെ വാഷ് ബേസിനൊന്നും ഇല്ലാണ്ട് അവിടെ മാത്രം ആവുമ്പോ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പ്രഭു. ശരിയാണ് ചില സമയത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെറിയൊരു കണ്ണാടി വെക്കുക അല്ലേ? അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ബുക്സ് എന്തായാലും കൊണ്ടുപോയില്ല, ബീഡ് ബാഗ് കൊണ്ടുപോയില്ല. കൊണ്ടുപോകാൻ ചാൻസിൽ തിലകാണ്, കാരണം അവിടെയാണ് കണ്ണാടി ഉള്ളത്, വെള്ളം അവിടെ ഉള്ളത് വാഷ് ബേസിൽ അല്ലേ? അപ്പൊ അതുകൊണ്ട് ചാൻസസ് ആണ് മിക്ക ആൾക്കാരും ബാത്റൂമിൽ കൊണ്ടുപോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, ചെറിയൊരു കണ്ണാടി നമ്മൾ വെച്ചാൽ ഇൻ കേസും നമ്മൾ എവിടെയെങ്കിലും പോയാൽ റൂമിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിലോ കപ്പിലോ അല്ലെങ്കിൽ ആ ഇതിൽ തന്നെ കുറച്ച് ഒഴിച്ചാൽ മതി, ബാത്റൂമിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അത് നമുക്ക് സൂക്ഷിക്കണം. One should be very careful in handling pictures of Guru and Krishna. They should be handled with great care and respect. Special mention may be made of Harinam Chaders. ഇതാണ് ഹരിനാം ചാദസ്. അങ്ങനെ എല്ലാവരും എൻ്റെ കയ്യിലുണ്ട് ഒരു ഹരിനാം ചാദർ, അതായത് അംഗവസ്ത്രം. Since the holy name is printed on cloth, it is a sacred object and should not be touched up to the floor. Okay, അത് ഇട്ടാലും കൂടിയിട്ട് നമ്മളെന്താണ് അത് നമ്മൾ താഴെ വീഴാതെ നോക്കണം, അൺക്ലീൻ പ്ലേസിൽ. കാരണം വെച്ചാൽ അത് ഭഗവാന്റെ നാമം ഭഗവാൻ തമ്മിൽ വ്യത്യാസം ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്. സോ one should be careful while offering obeisances that the bead bag in one's hand does not touch the floor. It may be kept aside before offering it. മിക്ക ആൾക്കാരും തലയിൽ ഇതിട്ടിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചൊക്കെ ചെയ്യും, ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ അത് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ വയ്ക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക. അതൊക്കെയാണ് കുറച്ചുകൂടി പ്രാക്ടിക്കൽ. അപ്പോൾ അത് താഴെ ടച്ച് ചെയ്യാതിരിക്കാൻ നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ സൂക്ഷിക്കണം. So one should be careful while offering obeisances that the bead bag in one's hand does not touch the floor. It may be kept aside before offering obeisances. One should be very careful in handling deities' paraphernalia, like their clothes, jewelry, vessels, etc. For instance, clothes and towels should be nicely folded and kept. The vessels should be placed in a proper place and so on. അപ്പോൾ നമ്മൾ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഒരുപാട് അവരുടെ ഡ്രസ്സസ് ഉണ്ടാവും, ജ്വല്ലറി ഉണ്ടാവും, പാത്രങ്ങളുണ്ടാവും. ഇതൊക്കെ അത് ആവശ്യം കഴിഞ്ഞാൽ നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് വെക്കണം, അവിടെ വേണ്ടിയിട്ട് പോകാൻ പാടില്ല. തുണികളൊക്കെ ഫോൾഡ് ചെയ്ത് മടക്കി നന്നായിട്ട് വെക്കണം. The vessel should be placed in a proper place and so on. അപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന പ്ലേറ്റും അതായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഭഗവാൻ ഓഫർ ചെയ്യുന്ന പ്ലേറ്റ് അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. നമ്മൾ സ്പൂണ്, ഗ്ലാസ്, കപ്പ്, പ്ലേറ്റ് ഭഗവാൻ ഓഫർ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കരുത്, അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. അപ്പം അത് കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചിലേസ് അതും നമ്മളുടെ പാത്രം കഴുകുന്ന, നമ്മളുടെ കഴിച്ച പ്രസാദം കഴിച്ചിട്ടുള്ള ആ പ്ലേറ്റ് കഴുകുന്ന അതും വ്യത്യാസമായിരിക്കണം, ഒരേ ഇതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഭഗവാന് അർപ്പിക്കുന്ന ആ എല്ലാ പാരഫെർനാലിയും അത് കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകുന്ന പ്ലേറ്റ് കഴുകുന്ന ആ സ്പോഞ്ചോട് കഴുകാതിരിക്കുക. If one touches one's hand to the floor or anything unclean, one should wash hands before touching deity paraphernalia. അതുകൊണ്ടാണ് നമ്മൾ ആചമനം വരുന്നത്. എപ്പോൾ നമ്മൾ എന്തെങ്കിലും അശുദ്ധമായിട്ടുള്ള ഉടനെ നമ്മൾ ആചമനം ചെയ്യണം. ഓക്കെ, ജസ്റ്റ് സ്പ്രിങ്കിൾ 1 or 2 a few drops of water and clean it. അതാണ് ചെയ്യുന്നത്. Krishna is non-different than his paraphernalia, and treating Krishna's paraphernalia badly means to treat Krishna badly. True bhakti will then not appear in our hearts. We have to be conscious at all times that all these different items are not ordinary items, but they are to be used in Krishna's service, and therefore ഭഗവാന്റെ സർവീസിന്, സേവനത്തിന് ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും നമ്മൾ വളരെ ആദരവോടെ കാണണം. അതിനെ അത്രയും നന്നായിട്ട് ഒരു സാങ്ക്ടിഫൈഡ് ഐറ്റംസ് ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കണം. അത് വർഷിപ്പബിൾ ആണ്. പേഴ്സണൽ ഹാബിറ്റ്സ്. One who is serious about spiritual life should rise early in the morning, preferably before the Brahma Muhurta hour, that is 1.5 hours before sunrise. അതായത് ബ്രഹ്മമുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്
പ്രിസൈസ്ലി 1 മണിക്കൂർ 36 സൺറൈസിന്റെ മുമ്പേ 1 മണിക്കൂർ 36 മുമ്പെയാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പൊ ഒരു ദിവസത്തിൽ എത്ര മുഹൂർത്തമുണ്ട്? ഒരു മുഹൂർത്തം 48 ആണ്. മുപ്പത് മുഹൂർത്തമാണ്. ഓക്കെ, 48 ഇൻറ്റു 30 നോക്കി നോക്കി എത്രയാണ് വരുന്നത്? നാൽപ്പത്തെട്ട് ഇൻറ്റു 30. 48 ഇൻറ്റു 30 ആണോ? അതെ, അപ്പൊ തന്നെ 24 hours 1440. അപ്പൊ ഒരു മുഹൂർത്തം പറഞ്ഞാൽ എത്രയാണ്? 48 മിനിറ്റ്. 30 മുഹൂർത്തമാണ് ഒരു ദിവസത്തിലുള്ളത്. ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്നത് സൺറൈസിന് 1 മണിക്കൂർ 36 മുമ്പെയാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഏതൊരു സ്പിരിച്വൽ ആക്ടിവിറ്റിയും ചെയ്യുമ്പോൾ വളരെ വളരെ എഫക്റ്റീവ് ആയിരിക്കും ആണ് ബ്രഹ്മമുഹൂർത്തത്തിൽ പറയുന്നത്. ഇവിടെ അപ്രോക്സിമേറ്റ്ലാണ് പറയുന്നത്. ഇറ്റ് ഇസ് 1 hour 1.5 hour. It is said in Srimad Bhagavatam, the time early in the morning, 1.5 hours before sunrise, is called Brahma Muhurta. During this Brahma Muhurta, spiritual activities are recommended. Spiritual activities performed early in the morning have a greater effect than any other part of the day. അപ്പോൾ ആസ്ട്രോളജിക്കലി നമ്മുടെ ആസ്ട്രോളജിക്കൽ ചാർട്ട് പ്രകാരം ഏതൊരു സ്പിരിച്വൽ ആക്ടിവിറ്റീസും നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തം വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലാണ്. ഇറ്റ്സ് എ വെരി auspicious time. So after waking up, first brush your teeth. One should then bathe in cold water, and after wearing fresh clothes, begin the day sadhana. Bath should be taken after rising early in the morning. Long naps of more than an hour. ഡേ ടൈമിൽ പറയുന്ന, അതായത് 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ should take a bath. Long naps of more than 1 hour. പിന്നെ passing stool after going to toilet. Excessively perspiring. ഇവിടെ ചൂടുകാലത്ത് നമ്മൾ കുളിച്ച് വന്നാൽ വീണ്ടും കുളിക്കേണ്ടി വരും. സം അഡ്ജസ്റ്റ്മെന്റ് ബിക്കോസ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് സർക്കം, ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ്. പക്ഷെ നമ്മളിതിൽ ഏറ്റവും മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില സമയത്ത് ഇതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റിയതല്ല. ട്രാവലിംഗ് ടൈം, ചില എന്താ പറയുക, ഇതേപോലെ സീസൺ, ചില ഹോട്ട് സമ്മർ സീസണിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം പോസിബിൾ വി ഷുഡ് ഫോളോ. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ്. സോ എക്സസീവ്ലി പെർസ്പയറിംഗ് ഓർ ബീങ് കണ്ടാമിനേറ്റഡ് ഇൻ എനി വേ ആഫ്റ്റർ വിസിറ്റിംഗ് ക്രെമറ്റോറിയം. ശ്മശാനമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വല്ല എന്താ പറയുക ഫ്യൂണറൽ റൈറ്റ്സിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി കം ആൻഡ് ടേക്ക് ബാത്ത്. Personal hygiene and cleanliness should be maintained. Nails should be kept clean and clipped short. Nail clippings should be thrown in the dustbin. Srila Rupa Goswami even mentioned that one should carefully clean one's teeth properly and regularly. Okay, hygiene the pattern. Hands and legs should be washed after passing water, and hands should be washed properly with soap after passing stool. Brahmana initiates should wrap their sacred thread around their right ear while using the toilet. അത് ബ്രാഹ്മണിക്കൽ ഇനീഷ്യേഷൻ ആൾക്കാരാണ്. അവരുടെ ബ്രാഹ്മണ ത്രെഡ് ചെവിയിൽ ഇതാക്കിയിട്ട് വേണം when we go to the bathroom, using the toilet. Only the right hand should be used for eating, chanting on the beads, offering something, accepting something, etc. അപ്പോൾ നമ്മുടെ വലത് കൈ മാത്രം, ഇടത് കൈ കൊണ്ട് ചില ആൾക്കാർക്ക് ഹാബിറ്റ് 2 കൈയും പിടിച്ചിട്ട് കഴിക്കുന്നത്. റൊട്ടിയൊക്കെ ആണെങ്കിൽ 2 കൈയും പിടിച്ചത്. We should not do that. Should use only one, not the left hand. Wash hands, feet and mouth before and after on any person. Before and after. പ്രസാദത്തിന് മുമ്പും ശേഷവും നമ്മൾ കൈയും കാലും വായെല്ലാം കഴുകണം. വാഷ് ഹാൻഡ്സ് ആഫ്റ്റർ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. വെള്ളം കുടിച്ച് ചെയ്യാറില്ല. If possible, we should do it. This is the standard again. Okay, wherever possible, make it a practice. അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല.
ആഫ്റ്റർ ഡ്രിങ്കിങ് വാട്ടർ ഐ ഡോണ്ട് നോ എനിബഡി ഇസ് ഡൂയിങ് ദാറ്റ്. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞാനും ചെയ്യാറില്ല, കണ്ടിട്ടുമില്ല. ഒരു സന്യാസി പ്രഭു ഇങ്ങനെ ചെയ്യണ കണ്ടു. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ പ്രഭു ചെയ്യണ, വെള്ളം കുടിക്കും എന്നിട്ട് അപ്പൊ തന്നെ വേറൊരു ഇതുകൊണ്ട് ഇങ്ങനെ തുടയ്ക്കണം കണ്ടിരുന്നു ഞാൻ. അറ്റ്ലീസ്റ്റ് മീറ്റിംഗ് അത് ഓൺലൈൻ. കുറച്ചൊക്കെ ഇതായിട്ട്, അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ്. അപ്പൊ എല്ലാവരും സാധാരണ ആൾക്കാരും വെള്ളം കുടിച്ചാൽ കൈ കഴുകാറൊന്നുമില്ല അല്ലേ? ഇവിടെ അത് പറയുന്നു, വാഷ് ഹാൻഡ്സ് ആഫ്റ്റർ ഡ്രിങ്കിങ് വാട്ടർ. അറ്റ്ലീസ്റ്റ് ആചമനം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് ആചമനം ചെയ്താലും മതി. Okay, that's symbolic. And do not spit while eating. Do not spit on water. Sannyasi should bathe 3 times a day. Grahasthas and brahmacharis at least twice a day. Sannyasis 3 പ്രാവശ്യം, grahasthas brahmacharis 2 പ്രാവശ്യം മിനിമം കുളിക്കണം. Bathe after shaving, copulating or going to a crematorium. ഷേവിങ്ങിന് ശേഷം കോപ്പുലേറ്റിംഗ് ആൻഡ് ക്രിമറ്റേറിയത്തിന് പോയാലും നമ്മൾ കുളിക്കണം. One should take rest for about 6 to 6.5 hours every night. Too much sleep or too little sleep is not good for Krishna consciousness. അപ്പോൾ എക്സസും പാടില്ല, കുറവും പാടില്ല. അപ്പോൾ ആവറേജ് ഇവിടെ പറയുന്നത് 6.5 hours സ്ലീപ്പ് നമുക്ക് ഒരു ദിവസം വേണം. എന്നാലേ നമ്മൾ ഹെൽത്തി ആയിട്ടും വളരെ അലേർട്ടായിട്ടും ഇരിക്കുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ സ്ലീപ്പി ആവും. അപ്പോൾ കൂടുതലായാലും നമുക്ക് മടി പിടിക്കും, കുറഞ്ഞാൽ നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും. One should try to sleep on the floor or on a hard surface. Luxurious soft beds should be avoided. അവിടെ എന്താണ് പ്രിഫർ ചെയ്യുന്നത്, അതായത് റെക്കമെൻഡ് ചെയ്യുന്നത് ഹാർഡ് ഫ്ലോറിൽ, ഹാർഡ് സർഫേസിൽ. വല്ലാണ്ട് കോസി സോഫ്റ്റ് ബെഡൊക്കെ ആണെങ്കിൽ നമ്മൾ 6 മണിക്കൂറിന് 10 മണിക്കൂർ ഉറങ്ങും. അതുകൊണ്ടാണ് we should avoid very soft luxurious bed. It is to sleep one's left side. Left side തിരിഞ്ഞിട്ടായിരിക്കണം. If not, then on back, but never on one's stomach. ഒരിക്കലും നമ്മള് കവുന്ന് കിടന്ന് ഉറങ്ങാൻ പാടില്ല. ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ബാക്ക് സൈഡ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് എസ്പെഷ്യലി സ്ത്രീകളും കവുന്ന് കിടന്നിട്ട് ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി ഈ ശയന പ്രദക്ഷിണം സ്ത്രീകളും ചെയ്യാറില്ല അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ, അതായത് സ്ത്രീകളുടെ ചെസ്റ്റ് ഭൂമിയിൽ തൊടാൻ പാടില്ല എന്ന് പറയുന്നത് ധ്വൻസ്. അതുകൊണ്ട് ശയന പ്രദക്ഷിണം. പക്ഷെ വൃന്ദാവനിൽ പോയ സ്ത്രീകളും ചെയ്യുന്നതാണ്, അവർ സൈഡിലേക്ക് തിരിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്, അങ്ങനെ കിടക്കില്ല. പുരുഷന്മാർ കിടക്കുന്ന പോലെ കിടക്കില്ല, സൈഡിലേക്ക് തിരിഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. അതതിൻ്റെ കാരണം. One should not waste Krishna's energy like soap, toothpaste, electricity, water, etc. One should turn off the lights and fans whenever and wherever they are not required. അപ്പോൾ ഭഗവാന്റെ എനർജിയാണിത്. ടൂത്ത് പേസ്റ്റ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതൊന്നും നമ്മൾ അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഭഗവാന്റെ എനർജിയായിട്ട് കാണണം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം വേസ്റ്റ് ചെയ്യാതെ. One should spend Krishna's money discreetly and with responsibility, asking oneself if this expenditure is really necessary for enhancing Krishna's service. പൈസ എത്ര ഉണ്ട് നല്ല അനാവശ്യമായിട്ട് ദൂർത്തടിക്കാതിരിക്കുക. ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉപയോഗിക്കാം, അല്ലാണ്ട് ഇത് ഭഗവാന്റെ സർവീസിന് ഉതങ്ങുന്നില്ലെങ്കിൽ ഡോണ്ട് സ്പെൻഡ് മണി അൺനെസറിലി. അതാണ് സ്റ്റാൻഡേർഡ്. കീർത്തന, ലീഡിംഗ് കീർത്തന at a satsang is an honor as one is representing the whole congregation before the deities. Therefore, one should be conscious of this and lead only when one is asked. ചെന്നിട്ട് പെട്ടെന്ന് അല്ല, അതിൻ്റെ അവിടുത്തെ അധികാരികളെ അവരുടെ പെർമിഷൻ കൂടി വേണം നമ്മൾ അവിടെ എത്തുന്നത്. അല്ലാണ്ട് നമ്മൾ ഹെഡ് ചെയ്തിട്ട് മൈക്ക് പിടിച്ച് ഞാൻ പാടാൻ പറ്റില്ല. പക്ഷേ ഒരു സിസ്റ്റം ഓർഗനൈസ്ഡ് വേ ആയിരിക്കണം. അപ്പോൾ അവിടുത്തെ അധികാരി അവരുടെ സമ്മതത്തോടെ നമുക്ക് കീർത്തൻ ലീഡ് ചെയ്യാൻ പറ്റും. വി ഷുഡ് സിങ് ഓൺലി ദോസ് കീർത്തനാസ് വിച്ച് ആർ അത്രൈസ്ഡ്. അതാണ് വൈഷ്ണവ ഗീതങ്ങൾ മാത്രമേ പാടാൻ പാടുള്ളൂ. സിനിമ പാട്ടുണ്ടാവും അല്ലെ, വൈഷ്ണവ ആചാര്യന്മാര് കോമ്പോസ് ചെയ്തിട്ടില്ല കീർത്തനങ്ങൾ ഓഥറൈസ് ചെയ്തില്ല. ഒരുപാട് ഭഗവാന്റെ ഈവൻ സിനിമ പാട്ട് നല്ല നല്ല പാട്ടുകളുണ്ട്, അതൊന്നും ഇതിൽ പാടാൻ പാടില്ല, സൂക്ഷിക്കണം. വൈഷ്ണവ ആചാര്യന്മാർ, നമ്മളുടെ ആചാര്യന്മാർ, നമ്മുടെ ഇതില്ലേ വൈഷ്ണവ സോങ് ബുക്സ്, അതിലുള്ള കീർത്തനങ്ങൾ മാത്രമേ പാടാൻ പാടുള്ളൂ. പക്ഷേ പല സ്ഥലത്തും പല ഗീതങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്.
അതൊന്നും ഓത്തറൈസ്ഡ് അല്ല. ദ പ്രേമധ്വനി പ്രേയേഴ്സ്, ദാറ്റ് ഈസ് ജയമുഷുപാദ പരമംസ, നമ്മൾ ആരതിക്ക് ശേഷം പറയുന്നത്, അറ്റ് ദ എൻഡ് ഓഫ് ദ കീർത്തന ഷുഡ് ബി റിസൈറ്റഡ് ബൈ ദ സീനിയർ മോസ്റ്റ് ഡിവോട്ടി പ്രസന്റ്, എക്സാമ്പിൾ സന്യാസീസ് ഓർ ശിലപ്രഭാതര്. അപ്പൊ അങ്ങനെയുള്ള പ്രേമധ്വനിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സീനിയോറിറ്റി അനുസരിച്ച് ആരാണ് സീനിയർ ഡിസൈപ്പിൾസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ദാറ്റ് ഇസ് എറ്റിക്കേറ്റ്. ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ അവര് സീനിയർ ആയിട്ട് എന്താ ഡിവോട്ടീസിന്റെ അവർക്ക് വിടണം, അവരോട് പറയാൻ പറയണം. Only the standard Pramadhvani prayers should be recited except on special occasions like appearance days when the appropriate glorification may be made additionally. പ്രേമധ്വനി പ്രഭാത പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ച് അഡീഷണൽ ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രത്യേകം ഡേറ്റി ആ ലോക്കൽ ഏരിയയിലത്തെ വിഷ്ണു ഡേറ്റി ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് സ്റ്റാൻഡേർഡ്. എല്ലാ ദിക്കിലും പോകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കണം, അതാണ്. പക്ഷെ അവിടെ നമ്മൾ പോകുമ്പോൾ ഓരോ ടെമ്പിളിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ബെറ്റർ ടു സ്റ്റിക്ക് വാട്ട് പ്രഭുപാദ ഇസ് ഗിവൺ. ദർ ആർ സ്റ്റാൻഡേർഡ് മെലഡീസ് ടു ബി സങ് ഇൻ അറ്റ് സ്പെസിഫിക് ടൈംസ് ഓഫ് ദ ഡേ. ഇപ്പോൾ രാവിലത്തെ മെലഡി, ഉച്ചത്തെ മെലഡി, ഈവനിങ്ങിലത്തെ മെലഡി, അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതൊക്കെ പാട്ടുകാർക്ക് തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഒരൊറ്റ മെലഡി നമുക്കറിയുന്ന മെലഡി മനസ്സിലാക്കില്ലേ. So in particular in the morning program, the Samsara Dava prayers and Hare Krishna Mahamantra should be sung in that morning melody. കുറച്ച് മ്യൂസിക്കായിട്ട് ബന്ധമുള്ള ഗന്ധമുള്ള ആൾക്കാർക്ക് മാത്രമാണ് അതിനെ ഫോളോ ചെയ്യും. അതല്ലാത്തവർക്ക് എന്താണ് അവർ സാധിക്കുന്നത് വെച്ചാൽ അത് കുഴപ്പമില്ല, കാരണം നമുക്ക് അത്രേ അറിയുള്ളൂ. ദാറ്റ്സ് ഫൈൻ. ബട്ട് സ്റ്റിൽ ഇഫ് പോസിബിൾ അതിൻ്റെ പർട്ടിക്കുലർ സമയത്തുള്ള മെലഡി പാടാൻ നോക്കുക. പിന്നെ ഒരു ക്ലാസിക്കൽ കൺസെർട്ട് എന്നല്ല, ഒരു കീർത്തൻ മേളം എന്നല്ല, ഇതിപ്പോൾ ആരതി സോങ് ആണ്. അപ്പോൾ അല്ലാണ്ട് ഒരു ക്ലാസിക്കൽ ടച്ച് കൊടുത്ത് മറ്റുള്ളവർക്ക് ഏറ്റു പാടാൻ പറ്റാത്ത വിധത്തിൽ പാടുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഒരു എക്സിബിഷനല്ല നടക്കുന്നത്, ഇത് ഭഗവാനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഏറ്റുപാടാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു കീർത്തൻ ചൊല്ലുന്നതായിരിക്കും എപ്പോഴും നല്ലത്. All devotees should enthusiastically sing in chorus. All devotees should follow the same melody that the lead singer is singing. Therefore, devotees should pay careful attention at all time. അപ്പോൾ ലീഡ് സിംഗർ എന്താണ് ചെയ്യുന്നത്, അതേ മെലഡി, അതേ ട്യൂൺ നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ ലീഡ് സിംഗർ പാടുന്ന സമയത്ത് മറ്റുള്ളവർ മനസ്സിൽ പാടാം, ഉറക്കെ പാടാൻ പാടില്ല. അതിനുശേഷം നമ്മൾ കോറസ് ആയിട്ട് പാടുന്നത്. കാരണം ലീഡ് സിംഗറിന് പാടുന്ന സമയത്ത് മറ്റുള്ളവർ പാടിയാൽ അത് ശരിയാവില്ല. So one should lead, അതാണ് ലീഡ് പറയുന്നത്. One should lead and chorus should follow. Mridanga and Karthala should be close to lead singer and should watch him carefully. പാട്ട് എങ്ങനെ പാടുന്ന, അതിൻ്റെ ട്യൂൺ എന്താ, മെലഡി എന്താ, അതനുസരിച്ച് അവർ മൃദംഗവും കർത്താളും പ്ലേ ചെയ്യണം. ഓഫ് ബീറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ട് അത് പ്ലേ ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കണം പ്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ലീഡ് സിംഗറിന് അത് ബുദ്ധിമുട്ടായിരിക്കും. Mridanga and Karthala players should be close to lead singer and should watch him carefully and adjust their speed according to this. പാട്ട് എങ്ങനെ പാടുന്നു, കുറച്ച് ഹൈ പിച്ചിലാണ്, കുറച്ച് ഫാസ്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് കർത്താളും വരും വേണ്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ സ്പീഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ആരെ കർത്താളും പിന്നെ ദ ജനറൽ പാറ്റേൺ ഓഫ് ദ മോർണിംഗ് കീർത്തന ഷുഡ് ബി സംസാര ദാവ പ്രേയേഴ്സ്, പഞ്ചതത്വ മന്ത്ര, ഹരേ കൃഷ്ണ മഹാമന്ത്ര ആൻഡ് ഹരിഹരായ നമ, കൃഷ്ണ യാദവായ നമ, ഗോപാൽ ഗോവിന്ദരാം ശ്രീമദ്. അപ്പം മോർണിംഗ് കീർത്തനത്തില് സംസാരദാവ് പാടി കേട്ടിട്ട് പഞ്ചതത്വ മന്ത്രം, ഹരേ കൃഷ്ണ മഹാമന്ത്രം, പിന്നെ ഹരിനായ, ഇത്രയുള്ളൂ. നമ്മളൊക്കെ അന്ന് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. മിക്ക ടെമ്പിളിലും വീടുകളിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേഷൻ വരുന്നുണ്ട്. പക്ഷെ ഇത്ര മാത്രമാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംസാരദാവ മോർണിംഗ് മംഗളാരത്തിക്കുള്ളത്. അതാണ് പറയുന്നത്. Where there are 2 or more Karthala players, they must play in harmony. Similarly for Mridanga players. അപ്പോൾ അവിടെ ഒരു ഹാർമണി ഉണ്ടാവണം, ഒരു സിങ്ക് ഉണ്ടായിരിക്കണം. ഓരോ തരത്തിൽ പ്ലേ ചെയ്താൽ അത് കേൾക്കാനും രസം ഉണ്ടാവില്ല, ഭഗവാന് ഒരു ഒച്ചപ്പാട് മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പൊ അതൊക്കെ കളിക്കാൻ അറിയുന്ന ആൾക്കാർ. ഇനിയിപ്പോൾ അന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, വീട്ടിലാണ്, ഭഗവാൻ എല്ലാം സ്വീകരിക്കും. നമുക്ക് അത്ര അറിയുള്ളൂ, നമ്മൾ പർപ്പസിലല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുക. ട്രൈ ടു ലേൺ. ഇനിയിപ്പോൾ അത് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ കളിക്കാതിരിക്കുക, പക്ഷെ നമ്മുടെ വീട്ടിലെപ്പോഴും ചെയ്യാം. അതെങ്ങനെ ഭഗവാൻ നമ്മളെ എങ്ങനെ സ്വരമായിക്കോട്ടെ, ട്യൂണില്ല, മെലഡി ഇല്ല, ഭഗവാൻ വിൽ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ നമ്മളൊരു കോൺഗ്രിഗേഷനിൽ പോകുമ്പോൾ വി ഷുഡ് ബി കെയർഫുൾ. അത്രയും. കീർത്തന ഷുഡ് ബി സ്വീറ്റ് ആൻഡ് മെലോഡിയസ് ആൻഡ് നോട്ട് സിംപ്ലി ലൗഡ്. Dancing. Srila Prabhupada, Srila Rupa Goswami states that one should learn to dance in front of the deities. നമ്മൾ ആ ഒരു ഷൈ, ഒരു നാണം, ഭഗവാന്റെ മുമ്പിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഡാൻസ് ചെയ്യാം, ഭഗവാന്റെ മുമ്പിൽ ഡാൻസ് ചെയ്തത്. ഭഗവാന് ഇഷ്ടമാണ് ഡാൻസ്, നൃത്തം അല്ലേ? ചൈതന്യ മഹാപ്രഭു എത്ര നേരം നൃത്തം വയ്ക്കുക. വക്രേശ്വര പണ്ഡിത് 72 മണിക്കൂറാണ് നോൺ സ്റ്റോപ്പ് നൃത്തം വയ്ക്കുക. അപ്പം ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷന് വേണ്ടിയിട്ട്, ഭഗവാനെ തൃപ്തി നമുക്ക് ഭഗവാന്റെ മുമ്പിൽ, അതിന് നമുക്കൊരു വിഷമോ അല്ലൊരു നാണം ഒന്നും ആവശ്യമില്ല. ഭഗവാനെ നമ്മളുടെ ആവശ്യമല്ല, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നു. Dance should be graceful and enthusiastic, but not violent and wild. Dancing in the traditional Gaudiya way, as demonstrated by Srila Prabhupada, should be the standard. In addition, dancing can take place in various formations. For example, rows of devotees rhythmically approaching each other and receding. അപ്പോൾ മുമ്പിലേക്ക് ഒരേ ഇതിൽ മൊമെന്റിൽ മുമ്പിലേക്ക് പോവുക, അതേപോലെ ബാക്കിലേക്ക് പോവുക. ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്റ്റെപ്സ്. സ്വാമിജി സ്റ്റെപ്സ്, പ്രഭുപാദ സ്റ്റെപ്സ്, സ്വാമിജി സ്റ്റെപ്സ് പറയും. അങ്ങനെ ഒരു സിങ്ക്രണൈസ്ഡ് മൂവ്മെന്റ് ആയിരിക്കണം, കാണാൻ ഭംഗിയായിരിക്കും. ഭഗവാനും അതേപോലെ ഭഗവാന്റെ ഭക്തന്മാർക്കും പ്രീതി വരുത്തുന്ന ഇതിലായിരിക്കും ഇത് ചെയ്യേണ്ടത്. എൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നു. Devotees forming rows one behind the other, and while continuing to face the deities, moving towards and then away from the rhythmically. Devotees moving in a circle. Please see the illustration കാണിച്ചിട്ടുണ്ട്. Devotees should take care to see that the formations are maintained and that they are in line. While dancing in formation, devotees should raise hands, hold hands, etc., as may be required for that particular formation. അപ്പോൾ ഡാൻസിൻ്റെ സമയത്ത് എല്ലാവരും ഒരേ സമയത്ത് തന്നെ കൈപോക്കുക, ഓക്കെ, പിന്നെ താഴുക. അപ്പോൾ ഒരു ഫോർമേഷൻ നന്നായിരിക്കണം, അപ്പോഴേ കാണാനും ഭംഗിയുള്ളൂ. ഭഗവാനും നമ്മളൊരു ഡാൻസോ അല്ലെങ്കിൽ പാട്ടൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇതല്ലേ, ഭഗവാനും അത് കണ്ട് രസിക്കും. ഒരാൾ ഒരു തരത്തില്, വേറെ തരത്തിൽ പാടില്ല. സോ ദർ ഷുഡ് ബി എ ഫോർമേഷൻ. ഇതൊന്നും ഇങ്ങനെ പാടില്ല. ആൾക്കാരൊക്കെ എടുത്ത് പൊന്തിച്ചേർന്ന് ഇവിടെ മട്ടം കറക്കുന്നു, ഇതൊക്കെ അവിടെ ഹിന്ദുമാർക്കാണ്. ഈ തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള ഒന്നും പാടില്ല, ചെയ്യാൻ പാടില്ല. പല സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ടാവും, ഇതൊന്നും പാടില്ല എന്നാ പറയുന്നത്. ദിസ് ഡാൻസിങ് ഈസ് നോട്ട് എ സ്പെക്ടാക്ടർ സ്പോർട്ട്, and devotees should not simply stand and watch. All should participate. However, those who are unwilling, particularly guests and newcomers, or those who are sick, should not be forced. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതേ സമയത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതിഥികൾ അവർ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കാണാതെ, ഇതിനെപ്പറ്റി അറിയാതെ, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്താണ് അറിയാം, പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെ, അല്ലെങ്കിൽ അസുഖമുള്ള ആൾക്കാർ വരുമ്പോൾ അവരെ നിർബന്ധിക്കാൻ പാടില്ല. Dancing in ways that can cause injury to devotees should be avoided. അപ്പോൾ ഇതേപോലുള്ള ആ ഡാൻസ് അതൊക്കെ വല്ലവർക്കും അല്ല കാല് പണഞ്ഞ് വീഴെ ഫ്രാക്ചർ ആവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. Two devotees clasping hands and spinning because it may be harmful to other devotees. ഞാൻ രണ്ട് കൈയും പിടിച്ച് മട്ടം വല്ലവരെയും കൈയാണ് പോയാൽ അയാൾ ചെന്ന് വീഴും, അയാൾക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായിരിക്കും. സ്പിന്നിങ് അലോൺ വിത്ത് ആംസ് ഔട്ട്സ്ട്രെച്ച്. നമ്മൾ വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്നത് ചെയ്യാം, അടുത്തുള്ള ആൾക്കാർക്ക് ഹാം ചെയ്യാണ്. പക്ഷെ ഇവിടെ അതും അത് മറ്റുള്ളവരെ ചിലപ്പോൾ ഹാം ചെയ്യും. ടോസിങ് ചിൽഡ്രൻ ആൻഡ് ഈവൻ ഗ്രോൺ അപ്സ് ഇൻ ദ എയർ ഓർ ലിഫ്റ്റിംഗ് ദം, പുഷിങ് എക്സസീവ്ലി വൈൽ മൂവിങ് ഇൻ ദ സർക്കിൾ. ഇതൊക്കെ പാടില്ല എന്നാണ്. ഇതൊക്കെ ഇവിടെ ഇല്ലസ്ട്രേഷന് കൊടുത്തില്ലേ, ഇതൊന്നും പാടില്ല അങ്ങനത്തെ ഡാൻസിങ്. Men and women should dance in separate portions of the temple. ഇത് വളരെ സൂക്ഷിച്ചാണ്. Ladies and men in temple, we should segregate them. They should not dance together. Should be separate. Even at home,
Wherever it is, it should be separately. One should watch the lead dancer always and synchronize. The perfect dancing is in Lord Chaitanya style with the arms raised or folded hands with enthusiasm and devotion. ചൈതന്യ മഹാപ്രഭു കൈ രണ്ടും പൊക്കി എന്നിട്ട് ആ ഒരു സ്വയിങ് ബാക്ക് ആൻഡ് ഫോർത്ത് അങ്ങനെ ഇരിക്കണം വിത്ത് ലവ് ആൻഡ് ഡിവോഷൻ. Speech. The urge to speak is very strong, and as soon as we get an opportunity, we begin speaking. Srila Prabhupada explains that if we do not speak Krishna Katha, then we speak all sorts of things. സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? കൃഷ്ണ കഥ ആയിരിക്കും, നോട്ട് നോൺസെൻസ്. It will avoid lot of problem. Prajalpa brings problems only. It never resolve problem. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടക്കും, അതേസമയം തന്നെ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല. മറ്റേ പൊളിറ്റിക്സോ സ്പോർട്സോ ഫിലിമോ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ എന്താ വഴക്കാവും. ട്രൈ ടു അവോയ്ഡ് പ്രജൽപ. Such talk is called Such talk is called Prajalpa and is born of our material identification. Thus, devotees must refrain from it. All mundane literature are also practical expressions of the urge to speak. Srila Prabhupada explains in the Nectar of Instruction that materialistic people read heaps of newspapers, magazines, and novels, solve crosswords, and do many nonsensical things. In this fashion, people simply waste their valuable time and energy. അങ്ങനെ നോവലും ന്യൂസ് പേപ്പറും മാഗസിനും ക്രോസ്വേർഡ് വേർഡ് സോൾവിങ്ങും ഇതൊക്കെ വെറുതെ നമ്മുടെ സമയം പാഴാക്കാണ്, വാല്യുബിൾ ടൈം. So we should not indulge in such matters. People simply waste their valuable time and energy. In the Western countries, old men retired from active life play cards, fish, watch television, and debate about useless socio-political schemes. All these and other frivolous activities are included in the Prajalpa category. Intelligent people interested in Krishna consciousness should never take part in these activities. Sri Rupa Goswami advocates the process of Krishna Katha, talk of all subjects connected to Lord Krishna, as a means to counteract the urge to speak. നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കൃഷ്ണ കഥ സംസാരിക്കുക instead of speaking something nonsense. Therefore, if we must talk, we should talk Krishna Katha. Before we speak, we should ponder whether is it necessary, is it kind, is it light, is it right. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ടോപ്പിക്ക് അത് ആവശ്യമാണോ, കൈൻഡ് ആണോ, റൈറ്റ് ആണോ ആലോചിക്കും. Devotees should avoid speech that offends, particularly blasphemy of devotees, which is the first offense against the holy name. Vaishnava Aparadha will surely choke our tender devotional creeper very quickly. വൈഷ്ണവ അപരാധം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അതായത് ഡിവോഷന്റെ ടെൻഡർ ക്രീപ്പറില്ലേ അത് പെട്ടെന്ന് നശിക്കും. എത്ര വെള്ളം ഒഴിച്ചിട്ടും എത്ര ഫെർട്ടിലൈസറും കാര്യമില്ല. നമ്മൾ വൈഷ്ണവ അപരാധം ചെയ്യുകയാണെങ്കിൽ ആ ക്രീപ്പറ് ഡിവോഷണൽ ക്രീപ്പർ വരില്ല വൈഷ്ണവ അപരാധം ചെയ്യുകയാണെങ്കിൽ. സോ വി ഹാവ് ടു അവോയ്ഡ് വൈഷ്ണവ അപരാധാസ്. Preaching. Our actions and behavior are our best preaching because actions speak louder than words. As the saying goes, your actions speak so loud that I cannot hear what you are saying. അതായത് നമ്മൾ സംസാരിക്കാണ്ട് തന്നെ നമ്മളുടെ പ്രീച്ചിങ് നടക്കണം. അതാണ് നമ്മുടെ ബിഹേവിയർ. നമ്മൾ സംസാരിക്കാണ്ട് തന്നെ പ്രീച്ചിങ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ ആക്ഷൻ, ഇതൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്താണ്, എങ്ങനെയാണ്. അതാണ് പറഞ്ഞത്, യുവർ ആക്ഷൻ സ്പീക്ക് സോ ലൗഡ് ദാറ്റ് ഐ കനോട്ട് ഹിയർ വാട്ട് യു ആർ സ്പീക്കിംഗ്. Preaching means to change the heart, not simply to defeat someone intellectually. Preaching means transformation, not passing on information. നമ്മുടെ പ്രീച്ചിങ് കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിന് ട്രാൻസ്ഫോർമേഷൻ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ഓഫ് preaching. അല്ല just only you want to impart some information, that's not preaching. There should be transformation, not passing on information. This does not mean, of course, that we should not present our philosophy properly. All devotees must endeavor to study Srila Prabhupada's books and understand them thoroughly and try to present faithfully what one has submissively read. എന്താണോ നമുക്ക് പ്രഭുപാദ പറഞ്ഞു തന്നിരിക്കുന്നത്, എന്താണ് നമുക്ക് മനസ്സിലാക്കിയത്, അത് അതേ പ്രകാരം
ഒരു പോസ്റ്റ്മാനെ പോലെ അതേപോലെ ആ ലെറ്റർ അവിടെ ഡെലിവറി ചെയ്യുക. അപ്പോൾ അതേപോലെ പ്രഭാത് പറഞ്ഞ് നമുക്ക് പണ്ടുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് submissive, read and heard. There is no need to read other books or go to other philosophers to learn how to preach. നമ്മളുടെ ഇസ്കോൺ സർക്കിളിൽ ഇഷ്ടം പോലെ നല്ല നല്ല ഡിവോട്ടീസ് ഉണ്ട്. അവരുടെ കേട്ടാൽ തന്നെ ഒരുപാട് നമുക്ക് ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും നോളജും ഒക്കെ കിട്ടും. അത് കേട്ടാൽ മതി. അവിടുന്ന് ഇവിടുന്ന് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളെ എസ്പെഷ്യലി ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളുടെ ഒരു കൺഫ്യൂഷൻ കൂട്ടുന്നല്ലാണ്ട് ഒരു കാര്യമില്ല. ഇഷ്ടംപോലെ പ്രഭാതം എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുക്സ് വായിച്ചാൽ തന്നെ നമുക്ക് ഒരു ജന്മായുസ് കൊണ്ട് തീർക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ അപ്പൊ അത് വായിച്ച് പ്രഭാത് പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു റീഡ് സം അതർ ബുക്സ് അതർ ദാൻ മൈൻ, യു ഫിനിഷ് കംപ്ലീറ്റ്ലി റീഡിങ് മൈ ബുക്സ്. എൻ്റെ ബുക്സ് മുഴുവൻ വായിച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ഇഫ് യു സ്റ്റിൽ തിങ്ക് you want to read some other books, okay, എൻ്റെ പുസ്തകം വായിച്ചതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മറ്റു ബുക്ക് വായിക്കണമെങ്കിൽ വായിച്ചോളൂ. എന്തുകൊണ്ട് പ്രഭാതം നിങ്ങൾ പറഞ്ഞു വെച്ചാൽ തീർച്ചയായും ഒരു ജന്മായുസ് കൊണ്ട് പ്രഭാതർ ബുക്ക് വായിച്ച് തീർക്കാനും പറ്റില്ല, പ്രഭാതര ആ തത്വങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും പറ്റില്ല. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അസിമുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് then you can read. So there is, അപ്പോൾ മറ്റുള്ള ബുക്സ് വായിച്ചാൽ അത് കൺഫ്യൂഷൻ ആക്കുള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ്. The humble servant of the spiritual master is the best creature. എന്താണോ സ്പിരിച്വൽ മാസ്റ്റർ പറയുന്നത് ആ നിർദ്ദേശം നമ്മൾ ഫോളോ ചെയ്യണം. മറ്റുള്ളവരെ തരം താഴ്ത്തി കാണിക്കില്ല, മറ്റുള്ളവരുടെ പുസ്തകങ്ങളെ നടത്താൻ. പക്ഷേ അത് നമ്മളെ കൺഫ്യൂഷൻ ചെയ്യാൻ പാടില്ല. പ്രഭാത ഒരു പെർട്ടിക്കുലർ വേയിലാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നമ്മളൊക്കെ നിയോഫൈറ്റ്സ് ആണ്, നമ്മളെ ഉത്തമ ഭക്തന്മാരൊന്നുമല്ല. അതായത് നമ്മൾ ഹംസം ഒന്നുമല്ല അല്ലെ. ഹംസൻ അതായത് അരണ്യത്തിന് അറിയാം വെള്ളം പാൽ മിക്സ് ചെയ്തിട്ട് പാൽ മാത്രം എടുക്കാൻ. നമുക്ക് അറിയില്ല, നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കും, കൺഫ്യൂഷനാവും. പരമഹംസന്മാരാണെങ്കിൽ അവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അവർക്കറിയാം എന്തെടുക്കണം എന്ത് വിടണം എന്ന്. നമ്മൾ ആ തലത്തിൽ എത്താത്തത് കൊണ്ട് we have to be very careful. The principle of preaching is nicely described by Srila Rupa Goswami in the Bhakti Rasamrita Sindhu. Yena kena prakarena mana Krishna nivesayed. Somehow or other one must think of Krishna. അപ്പോൾ ഏതൊരു ആക്ടിവിറ്റിയാണ് നമ്മൾക്ക് ഭഗവാനെ സ്മരിക്കാൻ സഹായിക്കുന്നത് അത് ചെയ്യാം. ഫേവറബിൾ ആനുകൂല്യേന കൃഷ്ണാനുശീലം ഭക്തിരുത്തമം. ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു ഭക്തി കിട്ടാൻ വേണ്ടി എന്താണ് അനുകൂലമായിട്ടുള്ളത് അത് ചെയ്യാത്രേ ഉള്ളൂ. Ultimately, what will change people's heart is not simply the philosophy that we are speaking, but mainly to what extent we have imbibed the philosophy in our lives and realize that knowledge practically. അപ്പൊ നമ്മളുടെ നോളജ് അല്ല മറ്റുള്ളവരെ ട്രാൻസ്ഫർ ചെയ്യാൻ, നമ്മളുടെ ആ ഒരു ബിഹേവിയർ പാറ്റേൺ, നമ്മളുടെ ആചരണം, അതാണ് മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യുക. നമ്മളൊന്നും ആചരിക്കാതെ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാൻ പോയാൽ നടക്കില്ല. മറ്റുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫോം പറ്റില്ല. നമ്മൾ ആചരിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്കും കൂടി അത് ആ ഒരു പ്യൂരിറ്റി കിട്ടുള്ളൂ. അവർ preaching should generally be done in a humble attitude and not in the attitude of superiority. Preaching also വളരെ വിനമ്രതയോടുകൂടി ചെയ്യണം. ഞാൻ വലിയൊരു പണ്ഡിതനാണ്, സ്കോളറാണ്, ഫിലോസഫറാണ്, എനിക്ക് മാത്രമേ അറിയുള്ളൂ, ആ ഒരു ആറ്റിറ്റ്യൂഡ് വരാൻ പാടില്ല. ഹംബിൾ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. When preaching, we should simply repeat the words of the spiritual master and deliver his message like a postman. We should never think that we know more than the previous acharyas how to preach. അപ്പോൾ നമ്മൾ പ്രീച്ച് ചെയ്യുമ്പോൾ എപ്പോഴും പ്രഭാതര വാക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ആചാര്യന്മാരുടെ വാക്കുകൾ. ഇത് പറയണം, ഐ എം ജസ്റ്റ് റിപ്പീറ്റിംഗ് പ്രഭാത's words because he has the capacity to transform others, not me. I am just a postmaster. We are empowered to the degree we are submissively preaching their words. അപ്പൊ നമുക്ക് എംപവർമെന്റ് ഏത് എക്സ്റ്റെൻഡ് വരിട്ടും നമ്മൾ എത്രത്തോളം നമ്മൾ സറണ്ടർ ചെയ്യുന്നു. ഭഗവാൻ പറയുന്നില്ലേ, താമം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യം. അതേപോലെ തന്നെ നമ്മളെ എത്രത്തോളം ആചാര്യന്മാരുടെ പ്രഭുപാദയുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കുന്നു, അത്രത്തോളം നമ്മളുടെ എംപവർമെന്റ് നമുക്ക് ആചാര്യന്റെ പ്രഭുപാദം നമുക്ക് തരും. One must show compassion and concern for the person one is preaching to.
One may need to even pay attention to his petty material problems if necessary. അപ്പൊ നമ്മൾ ആരെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? അവരുടെ ചെറിയ ചെറിയ പ്രോബ്ലംസ് കൂടി നമ്മൾ കേട്ട് അവർക്ക് അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. അതാണ് ഡിവോട്ടി കെയർ. നമ്മൾ ഇതൊക്കെ മെറ്റീരിയൽ ആണ്, ലീവ് ഇറ്റ്, അങ്ങനെ വിടാൻ പാടില്ല. അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് അവരെ കെയർ ചെയ്യുന്ന നമ്മുടെ ബാധ്യതയാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് one may need to even pay attention to his petty material problems if necessary. നമ്മുടെ ഒരാളെ ഡിവോട്ടി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നെങ്കിൽ അവരുടെ ചില മെറ്റീരിയൽ പ്രോബ്ലംസ് കൂടിയും നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ we should try our level so that this soul can be saved. അതാണ് one must speak the truth, but according to desha, kala and patra, place, time and people. നമ്മൾ സത്യമേ പറയാൻ പാടുള്ളൂ. എഗെയിൻ അതെന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കണം? ദേശ, കാല, പാത്രം. എവിടെ മൗനം പാലിക്കണം? മൗനം പാലിക്കണം. സത്യമാണെങ്കിലും കൂടിയിട്ട് അത് പറയാൻ പാടില്ല. ആ പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സിറ്റുവേഷൻ ബെറ്റർ നോട്ട് ടു സേ, സത്യമാണെങ്കിൽ കൂടിയിട്ട്. അതാണ് പ്രത്യേകം പറയുന്നത് ദേശകാല പാത്രം. ടൈം, പ്ലേസ് ആൻഡ് പീപ്പിൾ. സത്യമാണ്, ഞാൻ സത്യമാണ് പറയുന്നു, അതുകൊണ്ട് എനിക്ക് എന്തും എവിടെയും പറയാൻ പറ്റും. നോക്കണം, ആ സത്യം വേറെ ആൾക്കൊരു വിനയായി മാറാൻ പാടില്ല, വേറെ ആൾക്കൊരു പ്രശ്നമായിട്ട് മാറാൻ പാടില്ല. സത്യമാണ്, അല്ലേ? അതുകൊണ്ട് സത്യം പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ആപത്ത് ഒന്ന് അതായത് നമുക്കറിയില്ല പശുവിന്റെ ഒരു സ്റ്റോറി. ബ്രാഹ്മണൻ അതായത് ഒരു കശാപ്പുകാരൻ പശുവിനെ കൊണ്ടുപോയിരുന്നു. പശു ഓടിപ്പോയി. ഓടിയിട്ട് എവിടേക്കും എന്താ പറയാ, കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി. ഒരു ബ്രാഹ്മണൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇത് കൂടെ ഒരു പശു കൊണ്ടുപോയത് ഓടിപ്പോയത് കണ്ടു ചോദിച്ചു. അപ്പൊ ബ്രാഹ്മണനാണ്, ഞാൻ സത്യമേ പറയുള്ളൂ, എനിക്കെങ്ങനെ നുണ പറയാൻ പറ്റുക? അവിടെ ബ്രാഹ്മണൻ എന്താ ചെയ്യേണ്ടത്? സത്യം പറയണമെന്നാണ് പറയുള്ളൂ. കാരണം വെച്ചാൽ സത്യം പറഞ്ഞാൽ കാണിച്ചു കൊടുത്താൽ ആ കശാപ്പുകാരൻ ആ പശുവിനെ കൊല്ലും. അപ്പൊ അതിനെ രക്ഷിക്കുന്നതാണ് ബ്രാഹ്മണന്റെ. നുണ പറഞ്ഞിട്ടെങ്കിലും ആ പശുവിനെ രക്ഷിക്കാന്നുള്ള ബ്രാഹ്മണന്റെ ധർമ്മം. അവിടെ സത്യം പറയാൻ പാടില്ല. ഓക്കെ, അവിടെ നുണ പറയലാണ് ധർമ്മം. ഞാൻ ഹരിശ്ചന്ദ്രനാണ്, സത്യമേ പറയുള്ളൂ. അതുകൊണ്ട് ആ കശാപ്പുകാരനെ കാണിച്ചു കൊടുത്താൽ ആ പാവപ്പെട്ട സാധു മൃഗത്തിനെ അവര് കശാപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് സത്യമാണെങ്കിലും കൂടിയിട്ട് അത് ദേശകാല പാത്രം നോക്കിയിട്ട് നമ്മൾ പറയണമെന്ന് പറയുന്നു. Our goal is to make people Krishna conscious, and we should preach keeping this in mind and do what is needful. One should have a balanced approach while preaching. A good preacher will always understand the need for the devotees in different categories. Just as in material life, there are bankers, lawyers, doctors, and so on. In spiritual life too, there is a need for, and there will always be willing candidates for the renounced order, and also for those in the householder or professional category. Both varieties of devotees are necessary. എല്ലാ തരത്തിലുള്ള ഡിവോട്ടീസ് നമുക്ക് വേണം, എല്ലാവരുടെയും സേവനം നമുക്ക് വേണം. ഈവൻ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഡിവോട്ടി അസോസിയേഷനിലെ ഡോക്ടറും എഞ്ചിനീയറും മറ്റുള്ള ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സഹായിക്കാം. ഓക്കെ, അപ്പൊ ഇത് മെറ്റീരിയൽ ആണ്, അത് വേണ്ട. എല്ലാം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കും വേണം. While preaching to a particular person, our approach should be to advise what is best for Krishna consciousness. Okay, എന്താണ് കൃഷ്ണാവബോധത്തിൽ നമുക്ക് ബെസ്റ്റ് പ്രാക്ടീസ്, അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അങ്ങനെ ആയിരിക്കും, ആ ഒരു അപ്രോച്ച് ആയിരിക്കണം വേണ്ടത്. There is a need for qualified brahmacharis, qualified grahasthas, qualified vanaprasthas, and qualified sannyasis, and we should encourage a person according to where he can make best spiritual advancement and serve Srila Prabhupada's mission. അപ്പൊ നല്ല ബ്രഹ്മചാരികളും ഗൃഹസ്ഥരും വനപ്രസ്ഥരും സന്യാസിമാരും സൊസൈറ്റിയിൽ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരിക്കണം. എന്നിട്ട് പ്രബോധന മിഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു ചർച്ചയാണ്. അതിലെ പരസ്പരം സഹായിക്കാണ് വേണ്ടത്. ബേസിക് എറ്റിക്കേറ്റ് മസ്റ്റ് ബി ഫോളോഡ് when another devotee is preaching. He should not be suddenly interrupted unless there is something urgent. ഒരാള് പ്രവചനം ക്ലാസ് എടുക്കുന്ന സമയത്ത് അബ്രപ്റ്റ്ലി അവരെ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല.
അൺലെസ് ഇറ്റ് ഈസ് അത്രയും ഒരു അർജന്റ് മാറ്റർ ആണെങ്കിൽ മാത്രമേ അവർ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബേസിക് courtesies must be followed. Example, wishing with a smile, being helpful if someone needs help or guidance. New people should be made feel at home and should be given great abundance of love and hospitality. പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് തോന്നും ഞാനൊരു പുതിയ സ്ഥലത്തല്ല വന്നിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ തന്നെ എന്നുള്ള ആ ഒരു പ്രതീതി തോന്നാണ്ട് അവരോട് നല്ല രീതിയിൽ നമ്മൾ ഡിവോട്ടി കെയർ ഒക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അവർ വരില്ല. Particularly on Sundays at the temple, devotees should first associate with the guests and newcomers and then with the regular devotees. ഇതൊക്കെ നമ്മൾ ഡിവോട്ടി കെയർ, എസ്പെഷ്യലി പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരോട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ പെരുമാറണം, എന്നാൽ മാത്രമേ അവർക്ക് ഇൻട്രസ്റ്റും എൻതൂസിയസും വരുള്ളൂ. അതാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. While we preach to new people, we must always remember that preaching to devotees is equally, if not more important. അപ്പോൾ അതേപോലെ തന്നെ ഡിവോട്ടീസിനെയും നമ്മൾ അതൊരു പഴയ ഡിവോട്ടിയാണ്, കേരള ആവാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഡിവോട്ടീസിനെ നമ്മൾ നമ്മുടെ കെയറോട് കൂടി ട്രീറ്റ് ചെയ്യണം, ഇഫ് നോട്ട് മോർ ഇമ്പോർട്ടൻറ്റ്. സോ വൈൽ വി മേക്ക് ന്യൂ കമേഴ്സ് ഫീൽ അറ്റ് ഹോം, റെഗുലർ ഡിവോട്ടീസ് നോട്ട് ബി നെഗ്ലക്റ്റഡ് ഈദർ. സാധാരണ ഡിവോട്ടീസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യാനും പാടില്ല. At outside programs, newcomers and guests may be given preference for asking questions after the lecture. പുറത്തെ പ്രോഗ്രാമിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുക്കുക, ചോദ്യം ചോദിക്കാനും ക്ലാസ്സിന് ശേഷം. പെർട്ടിക്കുലർലി വെൻ ടൈം ഈസ് ലിമിറ്റഡ്, കുറേ സമയമില്ല, 5 മിനിറ്റേ ഉള്ളൂ, നമ്മളുടെ യൂഷ്വൽ ഡിവോട്ടീസിന് ചാൻസ് പിന്നെയും കിട്ടും, പുതിയ ആൾക്കാർക്ക് ചാൻസ് കിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പ്രിഫറൻസ് കൊടുക്കുക. റെഗുലർ ഡിവോട്ടീസ് മേ ആസ്ക് pertinent question to create an atmosphere in which newcomers would be encouraged to put forth their question, or when newcomers have finished with their queries and there is still time left for more questions. We should not advocate, preach breaking of the laws of the land in the name of doing something for Krishna. നമ്മളുടെ law of the land, okay, എന്താണ് ആ രാജ്യത്തെ ആ പ്രദേശത്തെ നിയമങ്ങൾ, അത് ലംഘിക്കരുത്. നമ്മൾ in the name of spreading Krishna consciousness. Devotees should adhere to these law, to ആ ലോക്കൽ എന്താണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ ആ സ്റ്റേറ്റിന്റെ എന്താണ് നിയമങ്ങൾ, അത് നമ്മൾ എപ്പോഴും പാലിക്കണം. അതിന് എഗൻസ്റ്റ് ആയിട്ട് പോകാൻ പാടില്ല. വി ഷുഡ് നോട്ട് ബി സെക്ടേറിയൻ. വി ഷുഡ് റെസ്പെക്ട് ഓൾ ബോണഫൈഡ് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ പാത്സ്. ഒരാളെയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. വി നോ അവർ പാത്ത്, സോ വി സ്റ്റിക്ക് ടു ഇറ്റ്. അവർക്ക് അതാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ അവരെ ബിലീറ്റ് ചെയ്യാനും പോകണ്ട, ക്രിട്ടിസൈസ് ചെയ്യാൻ പോകണ്ട. പക്ഷെ വി നോ നമ്മുടെ പാതിനെ പറ്റി 100% നമുക്കറിയാം. അതുകൊണ്ട് വി ആർ ജസ്റ്റ് ഫോളോയിങ് ഇറ്റ്. എസ്പെഷ്യലി ഓപ്പൺ പ്രോഗ്രാമിൽ മറ്റുള്ള സ്ഥലത്ത് എവിടെയും നമ്മൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല. മറ്റുള്ളവരുടെ സ്പിരിച്വൽ പാത്തിനെ ക്രിട്ടിസൈസ് രീതിയിൽ പാടില്ല. ഇൻ പെർട്ടിക്കുലർ വി മേ ഷോ സ്പെഷ്യൽ റെസ്പെക്ട് ഫോർ അതർ വൈഷ്ണവ സമ്പ്രദായം. മറ്റുള്ള വൈഷ്ണവ സമ്പ്രദായങ്ങൾക്ക് നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. നമ്മൾ ഈ പാത്ത് ഫോളോ ചെയ്യാനും മറ്റുള്ള എല്ലാ authentic സമ്പ്രദായത്തിനെ നമ്മൾ ആദരിക്കണം. പ്രസാദം, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, one should eat only prasadam, that is food that has been offered to Lord Krishna in devotion. അല്ലെ, ഭഗവാൻ തന്നെ ഭഗവത്ഗീത പറയുന്നുണ്ട്, യജ്ഞശാസനോ സന്തോ മുച്ചന്തേ സർവകിൽ വിഷയ് ഭൂഞ്ചതേതേതകം പാപം ഏ പച്ചന്തി ആത്മകരണ. അതായത് ഭഗവാന് സമർപ്പിക്കാത്ത ഭക്ഷണം വെറും പാപമാണ് നിങ്ങൾ കഴിക്കുന്നത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഭഗവാന് സമർപ്പണം ചെയ്തിട്ടുള്ള പ്രസാദം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഐഡിയലി വൺ ഷുഡ് ഈറ്റ് ഫുഡ് ദാറ്റ് ഈസ് കുക്ക്ഡ് ബൈ ഡിവോട്ടീസ്, offered by the to the Lord by devotees, served by the devotees. ഇതാണ് ഐഡിയൽ. പക്ഷെ ചില ദേശകാല പാത്രം ചില സമയത്ത് വരില്ല. എങ്കിലും we should see that it is offered. It is by the devotees only. Cooked by devotees, offered to the Lord by devotees, served by the devotees. There are certain occasions നമുക്ക് പോകാൻ പറ്റില്ല, ഓഫർ ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് മനസ്സിലെങ്കിലും നമ്മൾ ഭഗവാനെ അത് ഓഫർ ചെയ്തിട്ട്, ബട്ട് എൻഷുർ ദാറ്റ് you don't eat anything other than vegetarians. മനസ്സെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ആ സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഡയർ എമർജൻസി ചില സമയത്ത് അങ്ങനെ പറ്റില്ല, അങ്ങനെ we should be very good. Once in a while, right? Not a regular practice. One should try to come as close to the ideal standard as is practically possible given the limitations of city life and needs of each. അപ്പൊ നമ്മളുടെ സിറ്റുവേഷൻസും നമ്മുടെ സിറ്റി ലൈഫും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാക്സിമം ഈ
ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യാൻ നോക്കണം. അതാണ് ഗീവൺ ദ ലിമിറ്റേഷൻ. നമുക്ക് നമ്മുടേതായ ചില ലിമിറ്റേഷൻ ആയിരിക്കും, വീടിന്റെ, സിറ്റിയുടെ, ഫാമിലിയുടെ ഒരുപാട് ആ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മാക്സിമം നമ്മൾ ഇത് ഫോളോ ചെയ്യാൻ നോക്കണം. അൺലെസ് അബ്സല്യൂട്ട്ലി നെസറി ഫോർ പ്രീച്ചിങ് ഓർ സർവീസ്, ഫുഡ് കുക്ക്ഡ് ബൈ നോൺ ഡിവോട്ടി ഷുഡ് ബി അവോയ്ഡ്. ഞാൻ പറഞ്ഞില്ലേ, അൺലെസ് അബ്സല്യൂട്ട്ലി നെസറി ഫോർ പ്രീച്ചിങ് ഓർ സർവീസ്, ഫുഡ് കുക്ക്ഡ് ബൈ നോൺ ഡിവോട്ടി ഷുഡ് ബി അവോയ്ഡ്. ചില സ്ഥലത്ത് നമ്മൾ പ്രീച്ചിങ്ങിന് പോവാണ്, ഓക്കെ, ഒരുപാട് ഉണ്ട്. അപ്പോൾ നമ്മളുടെ സിസ്റ്റം അവർക്ക് അറിയില്ല. പക്ഷെ വെജിറ്റേറിയൻ ആണ്, ഇറ്റ് ഈസ് നോട്ട് കുക്ക്ഡ് ബൈ ഡിവോട്ടീസ്, ഇറ്റ് ഈസ് കുക്ക്ഡ് ബൈ നോൺ ഡിവോട്ടി, ബട്ട് വെജിറ്റേറിയൻ നമ്മൾ പറഞ്ഞത് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് അവരെ എംബാരസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സോ എന്തെങ്കിലും ഓണർ ചെയ്യാം. ഡോണ്ട് ബ്ലാറ്റൻലി ഡിനൈ, റെഫ്യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളെ അവർ എൻ്റർടൈൻ ചെയ്യില്ല. ദേ ആർ വെരി എന്താണ് പറയുക, അവർ വളരെ ഓർത്തഡോക്സ് ആണ്, വളരെ കൺസർവേറ്റീവ് ആണ്, വരെ നമുക്ക് പറ്റില്ല പ്രാർത്ഥനാശം. നമ്മളുടെ പ്രചാരണത്തിനുള്ള ഒരു അവസരം കളഞ്ഞു കുളിക്കും. സോ വി ഷുഡ് ബി ഫ്ലെക്സിബിൾ. പറയാം, ഇന്ന് ഞാൻ ഫാസ്റ്റിംഗ് ആണ്, ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് തന്നോളൂ, അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാൽ തന്നോളൂ, അങ്ങനെ എന്തെങ്കിലും അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. അപ്പൊ അവരെ ഉണ്ടാക്കിയതെല്ലാം കഴിക്കണം നിർബന്ധമില്ല, ജസ്റ്റ് ടു സാറ്റിസ്ഫൈ ദം, പ്ലീസ് ദം. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഫോർ പ്രീച്ചിങ് ആൻഡ് സർവീസ്, for preaching and service, if necessary, we should do that. അല്ലെങ്കിൽ maximum we should avoid it. In the same spirit, all commercial food items like chocolates, ice creams, chips, biscuits, cold drinks, bread, etc. should be avoided at home. നമുക്ക് ഇതൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റും, വീട്ടിലുണ്ടാക്കാം. ഓക്കെ, എനി ബേക്കറി ഐറ്റംസ് അതിലൊരുപാട് മിക്സപ്പ് ഉണ്ടാവും. ആരാ ഉണ്ടാക്കണത്, എന്ത് എണ്ണയിലുണ്ടാക്കുന്നത്, എങ്ങനെ, ഏത് ഹൈജീനിൽ ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല അല്ലേ. അതുകൊണ്ട് വി ഷുഡ് ബി കെയർഫുൾ. wherever possible we should, if you can make it at home, it is better, so why to go to the shop to. പക്ഷെ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികളുണ്ട്, ഓക്കെ, ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, ഇതൊന്നും വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ട് എന്താ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചിപ്സ് കൊണ്ടുവരിക, ബിസ്ക്കറ്റ് കൊണ്ടുവരിക, കോൾഡ് ഡ്രിങ്ക് കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ആ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് നമ്മൾ മാക്സിമം ഇത് ഫോളോ ചെയ്യാൻ നോക്കണം. 100% നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്നില്ല, ബട്ട് ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് എത്രത്തോളം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നു, അത്രത്തോളം നമ്മുടെ പ്രോഗ്രസ് കൃഷ്ണ കോൺഷ്യസിൽ ഫാസ്റ്റ് ആയിരിക്കും. എത്രത്തോളം നമ്മൾ ഇതിനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട്, വളരെ ലീനിയൻ്റ് ആയിട്ട് കാണുന്നു, അത്രത്തോളം നമ്മളുടെ കൃഷ്ണ കോൺഷ്യസ് പ്രോഗ്രസ് ഡിലേ ആവും, സ്ലോ ആവും. അപ്പൊ നമ്മുടെ സീരിയസ്നെസ് അനുസരിച്ചിരിക്കും ഇത് ഫോളോ ചെയ്യുന്നതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചിരിക്കും നമ്മുടെ പ്രോഗ്രസ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് ഫാസ്റ്റ് ആയിരിക്കും. അല്ല നമ്മൾ അതിൻ്റെ ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് സ്ലോ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഫോർ എക്സാമ്പിൾ ചില കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത്, സിൻഫുൾ ആക്ടിവിറ്റീസ് ഡെഫിനറ്റ്ലി വി ഷുഡ് നോട്ട് ഇൻഡൽ. ബട്ട് ചില കാര്യങ്ങൾ വെജിറ്റേറിയനിലെ നമ്മൾ ഓരോന്നും കഴിച്ചില്ലല്ലോ, അങ്ങനെ അത് ഒരു പ്രാവശ്യം ചെയ്യും. ഹോട്ടലിൽ ഇപ്പം നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകണം, അവിടെ പോയി കഴിച്ചാൽ അവിടെ എന്ത് കോൺഷ്യസ്നെസ് കൊണ്ടാണ് ആ കുക്ക് അവിടെ കുക്ക് ചെയ്യുന്നത് നമുക്കറിയില്ല അല്ലേ. ആ കോൺഷ്യസ്നെസ്, അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ് നമുക്ക് പകരം ഭക്ഷണത്തിൽ കൂടെ. അപ്പം അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. പാപമല്ല, നമ്മളുടെ പ്രോഗ്രസ് അവിടെ ചെക്ക് ചെയ്യപ്പെടുകയാണ്, അവിടെ സ്ലോ ഡൗൺ ചെയ്യാണ്, നമ്മുടെ കോൺഷ്യസ്നെസ് പൊല്യൂട്ട് ചെയ്യാണ് അവിടെ. അതാണ് അതിൻ്റെ പ്രശ്നം. സോ കമേഴ്ഷ്യൽ ഐറ്റംസ് മേ ബി സെലക്റ്റീവ്ലി ഹാഡ് വൈൽ ട്രാവലിംഗ് ഓർ ഇൻ അതർവൈസ് കമ്പലിംഗ് സർവീസ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എല്ലാം പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ചില സമയത്ത് കമ്പലിംഗ് സർക്കംസ്റ്റൻസിൽ അങ്ങനെ കമേഴ്ഷ്യൽ ഐറ്റംസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന വല്ല എന്താ പറയുക വെജിറ്റേറിയനിലെ ബിസ്ക്കറ്റോ അങ്ങനത്തെ വല്ല ഐറ്റംസൊക്കെ നമുക്ക് മേടിക്കാം. കമ്പലിംഗ് സർക്കം, നോട്ട് ഫോർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. വേർ ദ പ്രസാദം വൺ ഈസ് carrying with oneself is not sufficient or as an addition. Uncooked and raw foods like fruits, nuts, milk, etc. are preferable to commercially cooked items. അപ്പോൾ നമുക്ക് എവിടെ പറ്റില്ലെങ്കിൽ കമേഴ്ഷ്യലി പ്രോസസ് ഐറ്റംസ് എടുക്കുന്നതിനേക്കാളും പറ്റും ഇത്. യു ക്യാൻ ടേക്ക് ദിസ് അൺകുക്ക്ഡ് ആൻഡ് റോ ഫുഡ്സ് ലൈക്ക് ഫ്രൂട്ട്സ്, നട്ട്സ്, മിൽക്ക്. കുക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നമാണ്. നമ്മൾ
ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് ഹാഫ് കുക്ക്ഡ് ഐറ്റംസ് വരുന്നുണ്ട്. ബെറ്റർ അവോയ്ഡ് ഇറ്റ്. ഇനി കമ്പല്ലിങ് സർക്കംസ്റ്റൻസ് ആണ് ട്രാവലിങ്, നിവൃത്തിയില്ല, വേറെ ഒന്നുമില്ലെങ്കിൽ ഓക്കെ. അല്ലാത്ത സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കേണ്ട, നമ്മൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ഐറ്റംസ് നമ്മൾ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, മിൽക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രോസസ്ഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യാം. ഹാഫ് കുക്ക്ഡ് ഒക്കെ ആയിട്ടുള്ള വരുന്നുണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ചൂടാക്കിയാൽ മതി. അങ്ങനത്തെ ഐറ്റംക്ക് ബെറ്റർ അവോയ്ഡ് ചെയ്താൽ നമ്മുടെ കോൺഷ്യസ്നെസ് പൊല്യൂട്ട് ആവില്ല. അതാണ് അതിൻ്റെ കാര്യം. സംടൈംസ് വൈൽ ട്രാവലിംഗ് ഓർ ഇൻ കോഴ്സ് ഓഫ് ടൈം some preaching or service or professional work, one may be compelled to eat in a restaurant. One should select, if possible, a restaurant which is purely vegetarian. Even then, be careful to order items which are without onion garlic. അപ്പം അങ്ങനെ ചില സമയത്ത് ട്രാവലിംഗ് സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനില്ല. അപ്പോൾ ഗോ ടു വെജിറ്റേറിയൻ ഹോട്ടൽ ഓൺലി. അവിടെയും നമ്മൾ മറ്റത് വല്ലതും ഉണ്ടെങ്കിൽ, ഓണിയൻ ഗാർലിക്കോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ സൂക്ഷിക്കണം. അതുള്ളത് മേടിക്കരുത്. One should eat prasadam which is sattvic in nature and avoid foods that are rajasic, that is foods which are very spicy, oily and rich. The bhoga must be offered in the proper way at home. Prasadam should not be wasted. Excess prasadam should be put on another plate before eating. But directly Bhagavan offer the plate nu കഴിക്കാൻ പാടില്ല. I should empty to other plates, then we should honor it. After everyone in the family has eaten, if prasadam is still left, it may be retained for some time for the next meal, if possible, or distributed outside somewhere. Accordingly, next meal നമുക്ക് carry forward ചെയ്യാം, അല്ലെങ്കിൽ outside നമ്മൾ distribute ചെയ്യണം. Prasadam should be eaten only with the right hand. The left hand is for touching other parts of the body. While serving prasadam, the serving spoon should not touch the plate or the half-eaten prasadam. പ്രസാദം ഓഫർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓഫർ ചെയ്യുന്ന സ്പൂണോ വല്ലതുണ്ടെങ്കിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രസാദത്തിലോ പ്ലേറ്റിലോ ടച്ച് ചെയ്യാൻ പാടില്ല. വൺ ഷുഡ് ഈറ്റ് പ്രസാദം ഇൻ മോഡറേഷൻ ആൻഡ് പ്രിഫറബിളി അറ്റ് ഫിക്സ്ഡ് ടൈംസ് ഓഫ് ദ ഡേ. ഓവർ ഈറ്റിംഗ് ആൻഡ് ഈറ്റിംഗ് റോങ് കൈൻഡ്സ് ഓഫ് ഫുഡ്സ് are not good for spiritual life and also for health. Controlling our diet will help us control our tongue, and this will help us in turn to control our senses. അപ്പോൾ നമ്മളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്താൽ എന്താണ്, നമ്മളുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നാവിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ സ്പീച്ചിനെ കൺട്രോൾ, എല്ലാം ഒരു ചെയിനാണ്. ഭക്ഷണം വി ആർ വാട്ട് വി ഈറ്റ് പറയുന്നില്ലേ, നമ്മളുടെ ഭക്ഷണം നല്ല സാത്വികാണെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് സാത്വികായിരിക്കും, നമ്മളുടെ സ്പീച്ച് സാത്വികായിരിക്കും, നമ്മളുടെ ആക്ഷൻ സാത്വികായിരിക്കും. രജസിക്കാണെങ്കിൽ അതേപോലെ, താമസിക്കാണെങ്കിൽ അതേപോലെ. നമ്മൾ 27 നിർത്താം ഇത് അല്ലേ, ഇത് 27 പേജ്. ബിഫോർ ഓണറിംഗ് പ്രസാദം അപ്രോപ്രിയേറ്റ് പ്രയർ ഷുഡ് ബി ചാൻഡഡ് മഹാപ്രസാദേ ഗോവിന്ദേ അല്ലേ, അത് ചാൻഡ് ചെയ്യണം. പ്രസാദം മസ്റ്റ് ബി ഓണർഡ് വിത്ത് എ കോൺഷ്യസ്നെസ് ദാറ്റ് ഇറ്റ് ഈസ് കൃഷ്ണാസ് മേഴ്സി ആൻഡ് ഈസ് നോൺ ഡിഫറെന്റ് ഫ്രം ഹിം. Therefore, except where necessary for preaching, one should maintain silence. Hearing a lecture or a cassette at this time is also beneficial. നമ്മൾ പ്രസാദം കഴിക്കുന്ന സമയത്ത് പ്രചാരണം ചെയ്യാൻ പാടില്ല, വല്ല കീർത്തനോ വല്ല ലെക്ചറോ കേട്ടുകൊണ്ടിരിക്കുക, ഓഡിയോ വീഡിയോ എന്തെങ്കിലും. അപ്പോൾ ഇത് നമ്പർ 27 ആണ് പേജ് കേട്ടോ. നെക്സ്റ്റ് കണ്ടിന്യൂഷൻ 27 തുടങ്ങാം. അതത് കംപ്ലീറ്റ് ചെയ്യണോ? കുറച്ചും കൂടിയേ ഉള്ളൂ, 2-3 മിനിറ്റും കൂടി എടുക്കും, കുഴപ്പമില്ല. Okay, Prabhu, continue ചെയ്യും. When guests visit the house, the bhoga that has been offered to the home deities becomes Mahaprasadam, which should be distributed to all present in small quantities. Fresh, not prasadam, should be served out as per requirements to all guests, including Guru and Sannyasis. Okay, freshum അല്ല ഹോട്ടായിട്ടുള്ള പ്രസാദം നമ്മൾ സെർവ് ചെയ്യാൻ നോക്കണം അവരുടെ ആവശ്യപ്രകാരം. When senior Vaishnavas are present, we should patiently wait till they have begun eating, and only then we should begin eating unless we are told otherwise. സീനിയർ ഡിവോട്ടീസ് ഉള്ള സമയത്ത് അവരെ ആദ്യം ഓണർ ചെയ്യണം, എന്നിട്ടേ ബാക്കിയുള്ളവർ ഓണർ, അല്ലെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞാൽ we can start. One should get up after finishing prasadam only when all have finished eating except with permission of senior Vaishnavas present. Okay, അപ്പോൾ നമ്മൾ കഴിച്ച ഉടനെ എഴുന്നേറ്റ് പോകാൻ പാടില്ല. We should wait
അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അത്രയും എമർജൻസി എങ്കിൽ അവരുടെ പെർമിഷനോട് കൂടി നമ്മൾ എന്നിട്ട് പോകാം അവരോട് പറഞ്ഞിട്ട്. ഗുരുസ് മഹാപ്രസാദം ഷുഡ് നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്രസൻസ് ഓഫ് ന്യൂ കമേഴ്സ്. അപ്പോൾ നമ്മളുടെ ഗുരു മഹാരാജാവിന്റെ മഹാപ്രസാദം പുതിയ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അവർക്ക് അതിൽ വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെ അതിനെ നിന്ദിക്കാൻ പാടില്ല, അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പാടില്ല. ആഫ്റ്റർ വൺ ഹസ് ബിഗൺ ഈറ്റിംഗ് പ്രസാദം വൺ ഷുഡ് നോട്ട് ടച്ച് എനിത്തിങ് എൽസ് വിത്ത് റൈറ്റ് ഹാൻഡ്. വി ഷുഡ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് പ്രസാദം അൺലെസ് വി ഹാവ് വാഷ് ബോത്ത് ഹാൻഡ്സ്. രണ്ട് കൈയും കഴുകിയിട്ട് വേണം. വൺ ഷുഡ് നോട്ട് ടേക്ക് പ്രസാദം ഇൻ വ്യൂ ഓഫ് കർമ്മി പബ്ലിക്. One should not take prasadam in view of karmi public. Example, while walking down the streets or while in procession, as far as possible, prasadam should be honored either in a private place or where everyone else is taking prasadam. അപ്പോൾ അടുത്തത് ഫോർ കിച്ചണിൽ ചെയ്യേണ്ടത് നമ്പർ 27 ആണ് പേജ് കേട്ടോ, ഓർത്തോളൂ. കിച്ചൺ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യോ ച पतितानां पावनेभ्यो वैष्णवेभ्यो अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे। हरि हरि बोल। हरे कृष्णा।